ഹായ് everyone, it's me രാഹുൽ. വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ വീക്കിലി മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ വീഡിയോയിലോട്ട് പെട്ടെന്ന് പോവാം. ആൻഡ് ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളത്, ആക്ച്വലി നമ്മുടെ കമ്പനി രജിസ്റ്റേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം നമ്മുടെ കമ്പനിയുടെ നെയിമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ട്രേഡിംഗ് കമ്പനിയുടെ നെയിമായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ യൂട്യൂബ് ചാനലിലെ നെയിം റിച്ചാർഡ് ടോക്സ് നിന്ന് മൈൻഡ് ട്രെൻഡ് എഫക്ട്സ് എന്ന നമ്മുടെ കമ്പനിയുടെ നെയിമായിട്ട് മാറ്റിയിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ എല്ലാ വെബ്സൈറ്റിൻ്റെ പേരും നമ്മുടെ ടെലഗ്രാം ആൻഡ് വാട്സപ്പ് ആൻഡ് ഓൾ ദീസ് തിങ്സ് നെയിംസ് ഫുള്ളി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വൈ നമ്മുടെ യൂട്യൂബ് ചാനലിലെ നെയിമും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ബട്ട് നമ്മുടെ ഓൾഡ് വ്യൂവേഴ്സിന് അത് മനസ്സിലാവും നമ്മുടെ നെയിം ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ. ആൻഡ് ഇത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ടെലഗ്രാം ചാനലിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലെ നെയിം ചേഞ്ച് ആയ കാര്യം. സോ ഇറ്റ്സ് നോട്ട് എ മാറ്റർ ബിക്കോസ് ഇത് സ്മോൾ ചാനലാണല്ലോ, സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ ചാനൽ. സോ കമ്പനി ആയതുകൊണ്ട് തന്നെ കമ്പനിയുടെ പേരിലോട്ട് ചാനൽ മാറ്റിയെന്നുള്ളൂ. സോ ഡിലേ ചെയ്യേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീക്കിലി മാർക്കറ്റ് അപ്ഡേറ്റിലോട്ട് പെട്ടെന്ന് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഹായ്, ഓക്കെ, നമ്മുടെ ചാർട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഇതിൽ 15 മിനിറ്റ്സിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് നേരെ ഇതൊരു വീക്കിലി മാർക്കറ്റ് അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് മന്ത്ലി മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദ പ്രൈമറി ട്രെൻഡ്. ഓക്കെ, എൻ്റെ സ്റ്റുഡൻസിന് മനസ്സിലാവും പ്രൈമറി ട്രെൻഡ് എന്താണെന്ന്. സോ നമുക്ക് പ്രൈമറി ട്രെൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ പ്രൈമറി ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഓൾവേസ് ബുള്ളിഷാണ് അല്ലേ. പ്രൈമറി ട്രെൻഡ് നിഫ്റ്റിയുടെ ബുള്ളിഷാണ്. സോ പ്രൈമറി ട്രെൻഡ് മീൻസ് ദ മന്ത്ലി ടൈം ഫ്രെയിമാണ് പ്രൈമറി ട്രെൻഡ്. ഓക്കെ, വി ആർ ഗോയിങ് ടു ദ ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഓക്കെ, ടോപ്പിൽ നിന്ന് ഡൗണിലോട്ടുള്ള അപ്രോച്ച്, അതാണ് നമ്മുടെ ഈ ഒരു ചാർട്ട് ട്രേഡിങ്ങിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഈസ് ദ മന്ത്ലി റെസിസ്റ്റൻസ്, അതായത് നമ്മുടെ ഓൾ ടൈം ഹൈ, അതാണ് നമ്മുടെ മന്ത്ലി റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് മുകളിലുള്ളത്. ഏകദേശം മന്ത്ലി ഹൈ എന്ന് പറയുന്നത് 26,325 ഈസ് മന്ത്ലി ഹൈ. 26,325 26,325 ഈസ് our all time high, monthly high. ഓക്കെ, സോ ദ മന്ത്ലി ലോ നമ്മുടെ വീക്കിലി ലോയും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, സോ വീക്കിലി ലോ അല്ലെങ്കിൽ മന്ത്ലി ലോ എന്ന് പറയുന്നത് 25,693 25,693. ഓക്കെ, 25,693 ആണ് നമ്മുടെ മന്ത്ലി ലോ ആയിട്ടുള്ളത്. ഓക്കെ, സോ വീക്കിലി ലോയും ഇത് തന്നെയാണ്. നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടോ, വീക്കിലി ലോ ഇത് തന്നെയാണ്. സോ ബിക്കോസ് കാരണം നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് എല്ലാവർക്കും അറിയാം ഈ ട്രേഡ് 25,693 തിരിഞ്ഞ് ഏകദേശം നമ്മളൊരു 25,715 നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരുവിധം ഈ 2-3 നമ്മൾ ക്യാച്ച് ചെയ്തു. ആക്ച്വലി നമുക്ക് നല്ലൊരു പോയിൻ്റ് അല്ലെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മൂമെൻ്റാണ് ഈ കാണുന്ന വിക്ക്. ആക്ച്വലി എൻ്റെ വ്യൂവേഴ്സ് ആയാലും എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയാലും ഈ മൂമെൻറ്റ് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഐ നോ, ഡാം ഷുവർ. ഓക്കെ, സോ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ ആൻഡ് ജോയിൻ മൈ വാട്സപ്പ് ഗ്രൂപ്പ് ഫോർ ദ ലൈവ് ട്രേഡിംഗ് അപ്ഡേറ്റ്സ്. ഓക്കെ, സോ നമുക്ക് വീക്കിലി ഹൈ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീക്കിലി ഹൈ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. വീക്കിലി ഹൈ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീക്കിലി ലോ അല്ലെങ്കിൽ മന്ത്ലി ലോയ്ക്ക് നമുക്ക് ഒരു ഗ്രീൻ കളർ കൊടുക്കാം. ഓക്കെ, വീക്കിലി ഹൈ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് വീക്കിലി ഹൈയിൽ നമുക്ക് വേറെ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. ഈ ഒരു ഏരിയ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഏരിയയിൽ ചെറിയൊരു മൈനർ റെസിസ്റ്റൻസ് വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ ഇത് നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യാറുള്ളതാണ് അല്ലേ. നിങ്ങൾക്കറിയാതെ ഞാൻ എപ്പോഴും മാർക്ക് ചെയ്യാറുള്ളതാണെന്ന്. സോ ആ വീക്കിലി ഹൈയിലെ മുകളിലുള്ള ആ മീഡിയത്തിലുള്ള ആ ഒരു ലോയെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ദാറ്റ് ഹൈ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത് എപ്പോഴും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. സോ നമ്മൾ വീക്കിലിയും മന്ത്ലിയും ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. നമുക്ക് ടോട്ടൽ ഒരു 4 ലെവൽസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, സോ 4 ലെവൽസ് നമുക്കിവിടെ കിട്ടി. നെക്സ്റ്റ് നമുക്ക് ഡേ ടൈം ഫ്രെയിമിലോട്ട് പോകാം. ഡേ ടൈം ഫ്രെയിമിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു പിക്ചറൊക്കെ ചെറിയ ചേഞ്ച് വരും. ഓക്കെ, നമ്മൾ ഒരുപാട് കാര്യം ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്. സോ നമ്മൾ ഡേ ടൈം ഫ്രെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മാർക്ക് ചെയ്യുന്ന ഈ ഒരു മേജർ ട്രെൻഡ് ലൈൻ, ഓക്കെ, ഇറ്റ്സ് കമ്മിങ് ഫ്രം ദ ബോട്ടം. ഓക്കെ, സോ ഈ ഒരു മേജർ ട്രെൻഡ് ലൈൻ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ മേജർ ട്രെൻഡ് ലൈനിൻ്റെ തൊട്ട് താഴെയാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ മേജർ ട്രെൻഡ് ലൈനിൻ്റെ തൊട്ട് അതിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് ആക്ച്വലി നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നുള്ളത്. ഓക്കെ, സോ ഓക്കെ
സി ഇപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ ട്രെൻഡ് ലൈൻ നമ്മൾ ആദ്യം മുതലേ നമ്മൾ വരയ്ക്കാറില്ലാണ് ഈ ട്രെൻഡ് ലൈൻ അല്ലേ. നിഫ്റ്റി ഇവിടുന്നൊരു നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് തന്നു, എന്നിട്ട് ഒരു ഡൗൺ മൂവ്മെൻറ്റ്, എന്നിട്ട് ജസ്റ്റ് ഒരു അപ്പ് മൂവ്മെൻറ്റ്, എന്നിട്ട് പിന്നെ ഒരു ഡൗൺ മൂവ്മെൻറ്റ്, എന്നിട്ടൊരു അപ്പ് മൂവ്മെൻറ്റ്. ഓക്കെ, പിന്നെ ഇവിടുന്നൊരു ഡൗൺ, പിന്നെ ഒരു അപ്പ്, പിന്നെ ഒരു ഡൗൺ. ഓക്കെ, സോ എക്സ്പെക്റ്റിംഗ് മൂവ്മെൻറ്റ് ഇതാവാം, അല്ലെങ്കിൽ ഇവിടുന്ന് ചിലപ്പോൾ റിജക്ഷൻ വന്ന് താഴോട്ട് പോകാം. ജസ്റ്റ് നമുക്ക് നാളെ എന്താണെന്ന് വെച്ചാൽ വാച്ച് ചെയ്യാം. സോ ഈ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം നാളെ എന്താ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെയിലി നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുന്നും ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്, കാണുന്നുണ്ട് നിങ്ങൾ. ഇവിടുന്നും ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ട്രെൻഡ് ലൈൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഒരു ക്രോസ് പോലെയാണ് നിഫ്റ്റിക്ക്, അതൊരു ഡബിൾ റെസിസ്റ്റൻസ് നിഫ്റ്റിക്ക് മുകളിൽ നിന്ന് വരുന്നുണ്ട്, ദ 2 ട്രെൻഡ് ലൈൻസ്. ഓക്കെ, സോ ഈ 2 ട്രെൻഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു നമ്മുടെ മാർക്കറ്റിൽ. സോ നമുക്കിപ്പം ഇങ്ങനെയാണ് ഒരു ഹയർ ടൈം ഫ്രെയിമിലെ നിഫ്റ്റിയുടെ വ്യൂ. ഓക്കെ, 1 ഹവറിൽ ചിലപ്പോൾ നമുക്ക് ചെറുതായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇനിയും ചെയ്യാനുണ്ടാവും. സോ 1 ഹവറിലൂടെ നമുക്ക് നേരെ നിഫ്റ്റിന് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, സോ നാളെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, സോ ഡേ ഹൈ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഡേ ഹൈ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഡേ ഹൈ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. സോ നമുക്ക് ഡേ ഹൈ മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ദെൻ കം ടു 50 minutes അവർ എൻട്രി ടൈം ഫ്രെയിം. സോ എൻട്രി ടൈം ഫ്രെയിമിൽ ഇവിടെ ഒരു നല്ല റെസിസ്റ്റൻസ് മുകളിൽ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, സോ നാളെ നിഫ്റ്റി ഈ ഒരു ഹൈയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് ഇവിടെ തൊട്ട് മുകളിൽ തന്നെ 2 റെസിസ്റ്റൻസ് ഉണ്ട് നിഫ്റ്റിക്ക്. സോ അതുകൊണ്ട് തന്നെ നാളെ നിഫ്റ്റി ഈ ഒരു ഹൈയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 26,050 മുകളിൽ നിഫ്റ്റി നമുക്ക് നാളെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ടൈം തന്നെ ഒരു എൻട്രിക്ക് പോകണ്ട. നമുക്കൊരു 15 to 20 minutes അല്ലെങ്കിൽ ഒരു 9:45 വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരിക്കലും ഒരു മൂവ്മെൻറ്റ് ഒന്നും മിസ് ചെയ്യാൻ പോകുന്നില്ല. സോ നമുക്ക് സ്റ്റിൽ വെയിറ്റ്. ഓക്കെ, കാരണം നാളെ ഒരു മേജർ റെസിസ്റ്റൻസ് നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യാനുണ്ട്. ഓൾറെഡി 26,050 എന്ന ആ ലെവലും ഡേ ഹൈയും, അതിൻ്റെ തൊട്ട് മുകളിലുള്ളൊരു മൈനർ ട്രെൻഡ് ലൈനും, അതിൻ്റെ തൊട്ട് മുകളിലൊരു മേജർ ട്രെൻഡ് ലൈനും, ഇത്രയും കാര്യം നാളെ ബ്രേക്ക് ചെയ്യാനുണ്ട്. സോ 26,100 മുകളിലായിരിക്കും ഒരു നല്ല മൂവ്മെൻറ്റ് നിഫ്റ്റിക്ക് വരാനുണ്ടെങ്കിൽ തന്നെ ചാൻസ് കൂടുതൽ. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ ഈ ഒരു റെസിസ്റ്റൻസ് ഒക്കെ നിഫ്റ്റിക്ക് വരാനുള്ളത് കൊണ്ട് തന്നെ ഈ 2 റെസിസ്റ്റൻസ് നിഫ്റ്റിക്ക് പാർക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ ഈ 2 റെസിസ്റ്റൻസും ബ്രീച്ച് ചെയ്ത് പോകേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു കൺജസ്റ്റഡ് സോണിൽ നാളെ മേ ബി ഇത് നിഫ്റ്റി നാളെ അവസാനിക്കാൻ ചാൻസ് ഉണ്ട്. അതല്ല നല്ലൊരു ഗ്യാപ്പ് ഡൗണിലാണ് കയറി പോകുന്നെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഗ്യാപ്പ് ഫില്ലിങ് ചെയ്തിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, അത് നാളെ നമുക്ക് ലൈവ് മാർക്കറ്റിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം എന്താന്ന്. സോ ഇപ്പം ലൈവ് മാർക്കറ്റ് അപ്ഡേറ്റ്സിലൊക്കെ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ ടെലഗ്രാം ചാനലിലോ നിങ്ങൾ ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് ലൈവ് അപ്ഡേറ്റ്സൊക്കെ നമുക്ക് അവിടെ കൊടുക്കും. ഓക്കെ, സോ നാളെ ഈ ഒരു ഏരിയയുടെ മുകളിൽ നാളെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഹൈയുടെ മുകളിൽ 26,50 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റായിട്ട് 26,100. ഓക്കെ, 26,000 ഈ ഒരു ഏരിയ 26,100. ഓക്കെ, 26,190 ഈ ഒരു ഏരിയ ഫസ്റ്റ് ടാർഗറ്റായിട്ടും, സെക്കൻഡ് ടാർഗറ്റായിട്ട് 26,184 ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടും പിന്നെ മുകളിലോട്ടുള്ള ഓൾ ടൈം ഹൈ, അതായിരിക്കും നമ്മുടെ അടുത്ത ടാർഗറ്റ്സ് മുകളിലോട്ടുള്ള. സോ ഇതാണ് നമ്മുടെ നാളത്തെ വ്യൂ നിഫ്റ്റിയുടെ. ഓക്കെ, ചെറിയൊരു ക്രോസ് ഇവിടെ ഒരു മേജറായിട്ട് 2 ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നിഫ്റ്റി ഇവിടെ ഈ ട്രെൻഡ് ലൈൻ മിക്കവാറും ഇതൊരു വലിയ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി കയറും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ചാർട്ടിൽ വെച്ചാൽ മതി. ബട്ട് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് ലൈൻ. ഓക്കെ, ദിസ് ട്രെൻഡ് ലൈൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇവിടുന്ന് വരുന്ന മുകളിൽ നിന്ന് വരുന്ന ആംഗുലർ ട്രെൻഡ് ലൈനും ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനും ഏകദേശം ഒരു ഇതായതുകൊണ്ട് തന്നെ അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. ബട്ട് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് ലൈൻ. സോ നാളെ ഈ ഒരു ഹൈയുടെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് വരെ എന്തായാലും ട്രേഡ് ചെയ്യാം. ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ട്രേഡ് എന്തായാലും ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇതിൻ്റെ മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ദ സെക്കൻഡ് ടാർഗറ്റ്. ഓക്കെ, 26,184 ആൻഡ് ദ തേർഡ് ടാർഗറ്റ് നമ്മുടെ ഓൾ ടൈം ഹൈ. അതിന് മുന്നേ ഒരു ചെറിയൊരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട്
26,1,275 ആ ഏരിയയിൽ ഒരു മൈനർ റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ അത് ആക്ട് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മുടെ മാർക്കറ്റ് ഡെയിലി വ്യൂ. ഓക്കെ, സോ ഒരു ഡിസ്ക്ലെയിമർ ഞാൻ പറയാൻ മറക്കുന്നില്ല. ദിസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. ദിസ് ഈസ് ഓൺലി ഫോർ ദ എഡ്യൂക്കേഷണൽ പർപ്പസ്. ആൻഡ് നിങ്ങൾ തന്നെ വീഡിയോ കണ്ട് ലെവൽസൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ചാർട്ടിൽ നിങ്ങളുടെ ലെവൽസ് വരച്ച് വെക്കുക. എന്നിട്ട് ഓൺ റിസ്കിൽ ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ നാളെ നമ്മുടെ ഒരു വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആക്സിസ് ബാങ്ക്, ഈ ഒരു ട്രേഡാണ് ഞാൻ ആക്ച്വലി നാളത്തേക്ക് എൻ്റെ വാച്ച് ലിസ്റ്റിൽ മെയിനായിട്ടുള്ള ആക്സിസ് ബാങ്കാണ്. സോ ആക്സിസ് ബാങ്ക് നാളെ ഞാൻ ക്ലോസ് വാച്ച് ചെയ്യും. സോ യു ഓൾസോ ആഡ് ദ ആക്സിസ് ബാങ്ക് ഇൻ യുവർ വാച്ച് ലിസ്റ്റ്. ബിക്കോസ് കാരണം എന്താ വെച്ചാൽ ആക്സിസ് ബാങ്കിന് ഹയർ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ, ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗുഡ് വ്യൂ. ഓക്കെ, ഡെയിലി ആക്സിസ് ബാങ്ക് ഒരു ഗുഡ് വ്യൂ ആണ്. സോ ഈ ഒരു ഏരിയ ആക്സിസ് ബാങ്ക് മേജറായിട്ടുള്ള ഏരിയ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. സോ ആക്സിസ് ബാങ്കിന് നമുക്ക് ഒരു ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പൊസിഷണൽ ട്രേഡിന് വേണ്ടിയിട്ട് ആക്സിസ് ബാങ്ക് ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ആക്സിസ് ബാങ്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ കുറച്ച് സ്റ്റോക്സ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം നാളെ ലൈവ് മാർക്കറ്റിൽ വാട്സപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നാളെ നമ്മുടെ നിഫ്റ്റിയുടെ വ്യൂ ഇതാണ്. ഓക്കെ, നാളെ നിഫ്റ്റിയുടെ വ്യൂ ഇതാണ്. ഈ ഒരു ലൈൻസൊക്കെ, ഈ ഒരു ലെവൽസൊക്കെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. സോ നാളെ ലൈവ് മാർക്കറ്റിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.